ഹലോ ഗൈസ്, കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതോ ഇതെനിക്ക് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ്. ഇങ്ങനെ സൂപ്പർ അല്ലേ. അപ്പാപ്പന്മാര് പണ്ട് എന്റെ അപ്പച്ചൻ പറയാ, അപ്പച്ചൻ ഇട്ടിരുന്ന അണ്ടർവെയർ, അപ്പച്ചൻ ഇങ്ങനെ ഇട്ടിരുന്നത് ഇതുപോലത്തെ അണ്ടർവെയർ ഞാൻ കൊച്ചുമോള് ഗൾഫിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പച്ചൻ മരിച്ചുപോയി, എന്നാലും അപ്പച്ചന്റെ സ്മരണയ്ക്കായിട്ട് ഞാൻ ഈ അണ്ടർവെയർ ഇട്ടേക്കുന്നു. അപ്പച്ചൻ സ്വർഗത്തേക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൊച്ചുമോൾ അണ്ടർവെയർ ഇട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, കുറെ നാളുകൾക്ക് ശേഷം മുടിഞ്ഞ ബിസിയായിരുന്നു. എന്നാ ചെയ്യാനെന്ന് പറ. അപ്പൊ ഇന്നും ഉണ്ടായിരുന്നു. ഇന്നും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെഡിക്കലായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വന്നു, കുത്തൊക്കെ കിട്ടി. അതിനുശേഷം ഞാൻ കുക്ക് ചെയ്യുകയാണ്. 2 ദിവസമായി പിന്നെ ഉഴുന്ന് വെള്ളത്തിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അരയ്ക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഉഴുന്നഴ പരിപാടി അങ്ങ് നടത്തിയേക്കാം, അല്ലെങ്കിൽ ഉഴുന്നും എല്ലാം ചീഞ്ഞു പോകും. അരച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സമാധാനമുണ്ട്. അരയ്ക്കുന്നതേ അകത്തെ അടുക്കളയില. ഇഡലിക്കോ ദോശയോ ഒക്കെ ചുടാലോ. ഓക്കെ, നമുക്കെന്നാ പിന്നെ എടുത്തോണ്ട് അകത്തോട്ട് പോകാം. ഹലോ ഗായ്സ്, നമ്മൾ ഇത് ഒക്കെ അരയ്ക്കുമ്പോൾ സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ് നമ്മൾ ഇട്ടിട്ട് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇഡലി ആയാലും ദോശയായാലും പിറ്റത്തെ ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഇതാ കിടക്കും ചട്ടിയും കടും. ശിവയ്യ. ഓക്കെ, ഇത് നമുക്ക് അടയ്ക്കാം. ഉരുളക്കിഴങ്ങ് കണ്ടു വെച്ചിട്ടുണ്ട്. മറക്കാൻ വേണ്ടി പോണേ ബാജി ബജ്ജി ബജ്ജി 4 മണിക്ക് പലഹാരം. ഓക്കെ, ഉരുളക്കിഴങ്ങ് കണ്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് വഴുതനങ്ങ, കത്രിക്കായി, ഉരുണ്ടിരിക്കുന്ന കത്രിക്ക, ഇങ്ങനെയുള്ളത് വഴുതനങ്ങ. അങ്ങനെയൊക്കെയുണ്ട്. നമുക്കെല്ലാം കത്രിക്കാനല്ലേ, എല്ലാം വഴുതനങ്ങയാണ്. ആർക്ക്? ആരാ കൊണ്ട് വെച്ച? നീ തന്നെ. വാങ്ങിച്ച അതിൻ്റെ പകുതി ഭാഗവും കേട് തെണ്ടികൾ. ഇവനൊക്കെ എങ്ങനെ സാധിക്കുന്നതായത് ഇങ്ങനൊക്കെ കച്ചവടം നടത്താൻ? നീ തപ്പി എടുത്തോണ്ട് വന്നല്ലേ അതിനകത്ത്? ഞാൻ വില കുറഞ്ഞ് നോക്കി എടുത്തിട്ട് വന്നു.
വില കുറഞ്ഞതിനകത്ത് പിന്നെ അവർ 2 മയിൽപ്പീലിയും കൂടെ കുത്തിത്തരും. എൻ്റെ ഭാഗത്തുള്ള തെറ്റ്. എൻ്റെ ഭാഗത്തേ ഉള്ളു തെറ്റ്. ജയൻ്റെ കത്തിയാണ്. വില കുറഞ്ഞത് കിട്ടുമ്പോൾ അതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ആ പോരായ്മയാണ് ആ കിടക്കുന്നത്. ഓക്കെ, മേലെ വില കുറഞ്ഞ് വാങ്ങിച്ചു വയ്ക്കും. ഞാൻ എന്നോട് തന്നെ പറയും. ആരോട്? എന്നോട് തന്നെ. കേട്ടല്ലോ, പൈസ കൊണ്ട് നല്ല സാധനങ്ങൾ വാങ്ങണം, അല്ലാതെ വില കുറഞ്ഞ് ഊച്ചായ സാധനങ്ങൾ വാങ്ങണം. കടലമാവും അരിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. അതിനുശേഷം കുറച്ച് പെരുംജീരകം ഇടുക. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. കുരുമുളക് പൊടി ഉള്ള ഇടാം, കുരുമുളക് ഇടണ്ട. ആവശ്യത്തിന് ഉപ്പിട്ട് അതിൻ്റെ കൂട്ടി പെറുങ്കായത്തൂൾ, അത് മസ്റ്റാണ്. അല്ലെങ്കിൽ കടലമാവ് വെക്കുന്ന ഗ്യാസ് ഉണ്ടാവും. എന്നിട്ട് അവസാനം പറഞ്ഞു ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. കൈ കഴുകുക, അതിന് ശേഷം വെള്ളം ഒഴിക്കുക. കട്ടയില്ലാതെ നല്ല അടിപൊളിയായിട്ട് വരണം. അതുകൊണ്ട് കൈ കൊണ്ട് ഇച്ചിരി ഇട്ടിട്ട് പോക്കാം. ഇച്ചിരി കുറവുണ്ട്, പണിയിൽ വെച്ചിട്ടുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. അതിൻ്റെ ആവശ്യമുള്ള എണ്ണ. വെള്ളമൊക്കെയാണ് പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കാര്യമൊക്കെ അറിയില്ല. വരുന്നോ? വെള്ളം ഒഴിക്കാൻ പാവം കെട്ടുപോയി. ഇതാണ് നമ്മുടെ പസളക്കീന. എനിക്കിതിൻ്റെ മലയാളം പേരൊന്നും അറിയത്തില്ല. പേരൊക്കെ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചീര കൊണ്ട് ബജ്ജി ഉണ്ടാക്കണം. ചീര ബജ്ജി, യെസ്. ഈ എല്ലാം കൂടെ രണ്ടാണല്ലോ. 1 2 3 സാമ്പാർ ചീര സൂപ്പറാണ്. നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഓക്കെ, ഞാൻ വിട്ടിട്ട് ഞാൻ ഒന്നും വിടുന്നില്ല. എണ്ണ ചൂടായി. ആ സമയം നമുക്ക് ഓടില്ല. നാല് മണിക്ക് അടിപൊളി ഒരു പലഹാരം. എന്താ പറയാനായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാണ്. എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ അടുത്ത് ഇനി ചീര ബജ്ജി ചെയ്യണം കേട്ടോ.
ചീര നമ്മുടെ ഹെൽത്തി സാധനമാണ്. പിള്ളേരൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുക. ചീര തന്നെ വയറ്റിലോട്ടൊക്കെ ചെന്നോളൂ. പോകുന്ന വഴി അറിയത്തില്ല. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന സാധനമാണ് സാമ്പാർ ചീര, കസ്ലക്കീര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ മുക്കുക. ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടുക. എന്തിലും മുക്കുക? കടലമാവ്, നമ്മുടെ ബജി കൂട്ട്, കടലമാവ് അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത സാധനമാണ്. അതിനകത്തോട്ട് ഇടുക. 2 ഇളക്ക് 2 കിണുക്ക് സെറ്റ്. അല്ലോ നല്ല സൂപ്പർ ബജി, ഇല ബജി, ചീര ബജി. നിങ്ങൾക്ക് ആർക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ സാധനമാണ്. തന്നെ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. സാമ്പാർ ചീര എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് സക്സസ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ നോക്കാം. നന്നായി ഞാൻ നിങ്ങൾ ഇടുകയുണ്ടോ. സൂപ്പറായിട്ട് പഫി ആയിട്ട് പിന്നെ പഫി ക്രിസ്പി. ക്രിസ്പി. യെസ്, കണ്ടോ? കുഴപ്പമില്ല, ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ ചായ കേട്ടാരോ. താങ്ക് യു. ഹലോ ഗൈസ്, നമ്മൾ ഇതെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ ചീരയാണ്, പക്ഷേ ലാസ്റ്റ് നല്ല അടിപൊളി സക്സസ് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. വഴുവഴുപ്പുമില്ല. സാമ്പാർ ചീര എന്ന് പറയത്തില്ല. അതൊക്കെ ഇനി നമ്മൾ മറ്റേ ചീര പോയിട്ടേ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അമ്മേ ചൂടില്ലാത്തത് നോക്കണേ. അതും ചൂടാ. ഇതെന്നായിരുന്നു? ഇതല്ല നമ്മുടെ വഴുതനങ്ങ വെച്ച്. അത് ടേസ്റ്റാണ്. കൊള്ളാം. പിന്നെ ബാക്കി വീട് ഞാൻ പുറകെ എൻ്റെ ചെടിത്തോട്ടമൊക്കെ ഞാൻ ഒന്ന് കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ.